മുഹമ്മദ് ഇസ്മായിൽ ഷഹബാസിൻ്റെ അധ്യാപകനാണ്. ശ്രീ ഇസ്മായിൽ, ഇന്ന് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെപ്പറ്റി ഏറെ ആശങ്കപ്പെടുന്ന ഒരു ദിവസമാണ്. ഷഹബാസ് ഇന്നലെ വരെ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ ആ കുഞ്ഞിനോട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അനീതി ഉണ്ടായത് എന്നുള്ളത് കേരളത്തിന് മുഴുവനും വേദനയുമാണ്. എന്നിരുന്നാലും അതിനൊരു പശ്ചാത്തലം ഉണ്ടാകും. ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളെ നോക്കിക്കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നിന്ന് വ്യത്യസ്തവുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നാണ് അങ്ങേക്ക് വളരെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടിയുടെ മരണവും അതിൻ്റെ ചടങ്ങും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. വീട്ടിലൊക്കെ പോയി ആ വളരെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് തീർത്തും ഞങ്ങൾ മോചിതരായിട്ടില്ല. വീട്ടിലെ അന്തരീക്ഷമൊക്കെ വളരെ വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് പിതാവ് ഗൾഫിൽ നിന്ന് പ്രവാസിയായിരുന്നു, തിരിച്ചു വന്നു. ഇവിടെ നാട്ടിൽ സാധാരണ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ശ്രമത്തിനിടെയാണ് 16 വയസ്സുകാരൻ, അവരുടെ പ്രതീക്ഷയായിരുന്ന 16 വയസ്സുകാരനായ ഷഹബാസ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവത്തിൽ നമ്മോട് വിട പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കുട്ടിയോടൊപ്പം ആയിരുന്നു. അവിടുത്തെ ഏതെങ്കിലും രീതിയിലൊരു പ്രതീക്ഷ ബാക്കിയുണ്ടോ എന്ന ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. ഡോക്ടറും അതേപോലെ എല്ലാവരും തന്നെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഈ സംഭവം നമുക്കെല്ലാവർക്കും ഒരു പാഠമാകേണ്ടതുണ്ട്. ഒരു രീതിയിലും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ, നമുക്കറിയാവുന്നതുമായ ചില കാര്യങ്ങൾ. അതായത് കുട്ടികളുടെ ഇടയിൽ ഇപ്പോഴുണ്ടാകുന്ന ചില പ്രവണതകൾ, അതോടൊപ്പം നമ്മൾ ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം, അധ്യാപകർ, രക്ഷിതാക്കൾ, സമൂഹം, ഇവർ സ്വീകരിക്കുന്ന സമീപനം, ഇതെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ വളർന്നു വരുന്നതിന് കാരണമാകുന്നുണ്ട്. കുട്ടികളിൽ ഇപ്പോഴുണ്ടാകുന്ന സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ഉപയോഗിക്കുന്ന രീതികൾ, അത് പലപ്പോഴും അധ്യാപകരായ ഞങ്ങൾക്കൊക്കെ തന്നെ പറ്റാത്ത രീതിയിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അതിലൂടെ ഞങ്ങൾ എപ്പോഴെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വരുന്ന ഇത്തരം ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ തന്നെ അവരുടെ വെല്ലുവിളികളോ അവരുടെ ആവശ്യങ്ങളോ ചെറിയ ഇത്തരം സംഭവങ്ങളുടെയൊക്കെ തന്നെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണം വളരെ വളരെ നിസ്സാരമായ കാരണങ്ങളായിരിക്കും. ആ കാരണങ്ങൾ പിന്നീട് പോർവിളികളായി മാറുന്നു, ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ സംഘങ്ങളായി മാറുന്നു. ആ സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഇതെല്ലായിടത്തും ഉണ്ടാകുന്നു. ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി സെൻഡ് ഓഫ് നൽകി പറഞ്ഞയച്ചതാണ്. ഇതേ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ ഞങ്ങൾ സ്കൂളിൻ്റെ ക്യാമ്പസിനുള്ളിൽ വെച്ച് തന്നെ സ്കൂൾ ബസ്സിൽ മുഴുവൻ കുട്ടികളെയും, 1000-ലധികം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, 1050ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ കയറ്റി അവരവരുടെ സ്ഥലങ്ങളിൽ ഇറക്കുകയും രക്ഷിതാക്കളെ അതാത് സമയത്ത് വിവരം അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഒരു സ്വതന്ത്ര ലോകം വേണം. ആ ലോകം അവർ ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ, ഇൻസ്റ്റഗ്രാം, അവർക്ക് പറ്റുന്ന സ്ഥലങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് അവർ ഒത്തുചേരുന്ന സംഘങ്ങളായി മാറുന്ന സമയത്ത് അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു സംഘബലമായി അവർ മാറുകയും പരസ്പരം പോർവിളിക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടിയെ ഇൻഡിവിജ്വലായി എടുക്കുകയാണെങ്കിൽ കുട്ടി നല്ല കുട്ടിയാണ്. പക്ഷേ അവർ 4 പേര് ചേരുന്ന സമയത്ത് അവർക്ക് ലോകത്ത് മറ്റൊന്നും കാണാനേ കഴിയുന്നില്ല. കാരണം അവർ മനസ്സിലാക്കുന്നത് മുഴുവനും അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത്. ഞാൻ 1993 അധ്യാപകനായി വന്ന ആളാണ്. അന്നൊക്കെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അധ്യാപകനും കുട്ടിയും ഒരു ബഹുമാനവും ഒരു അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല എന്നല്ല പറയുന്നത്, അധ്യാപകർക്ക് അത് കിട്ടുന്നുണ്ട്. എങ്കിലും അതിനുശേഷം പിന്നീട് വന്ന കുട്ടികൾ ഞങ്ങളോട് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ, DPP ഒക്കെ വന്ന ആ സമയത്ത് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ പെരുമാറി. ഇപ്പോൾ കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അവരുടേതായ ലോകം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. അവർക്ക് വേണ്ടത് അവരുടെ ഗ്രൂപ്പുകളിൽ മാത്രം, മറ്റൊരു സ്വഭാവമാണ് ഈ പറയുന്ന കൂട്ടുചേരലുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പല അധ്യാപകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന അധ്യാപകന്റെ റൂമിലിരുന്ന് കൊന്നുകളയുമെന്ന് വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥികളെ പോലും കണ്ടു. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന ഉറച്ച മുന്നറിയിപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോവേണ്ടതുണ്ട്.